ഈ കഴിഞ്ഞ ദിവസം കാനഡയുടെ ക്യൂബക് പാർലമെന്റ് സഭയിൽ ക്യൂബക്കിന്റെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ജിയാൻ റൊബോർജിന്റെ ഒരു പരാമർശം മുഴുവനും ഇന്ത്യക്കാർക്ക് ഒരു വലിയ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ക്യൂബക്കിന്റെ 2026-27 ഫിനാൻഷ്യൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് അതുമായി ബന്ധത്തിലുള്ള വിശകലനം ചെയ്യുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള ഈ ഒരു പരാമർശം ഉടലെടുത്തത്. ഞാൻ അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് ഞാനിപ്പോൾ ഒന്ന് വായിക്കാം. വി ഡു നോട്ട് എയിം ടു ബിക്കം ഇന്ത്യ, വി എയിം ടു ബിക്കം എ സ്വിറ്റ്സർലാൻഡ്. ഹി കണ്ടിന്യൂഡ്, ഇറ്റ്സ് ബെറ്റർ ടു ബി 9 million rich Quebecers than 15 million poor Quebecers. ആ ഒരു വേർഡിൽ നിന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം വി ഡു നോട്ട് എയിം ടു ബിക്കം ആൻ ഇന്ത്യ, ഇന്ത്യയാകാനല്ല ഞങ്ങളുടെ ലക്ഷ്യം, മറിച്ച് ഞങ്ങൾക്കൊരു സ്വിറ്റ്സർലൻഡാണ് കുറഞ്ഞത് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം തുടരുന്നു, ഇറ്റ്സ് ബെറ്റർ ടു ബി എ 9 million rich Quebecers than 15 million poor Quebecers. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ കൊണ്ടുവരുന്നത് ജനസംഖ്യയാണ് പറയുന്നത്. അതായത് 9 മില്യൺ ആളുകളെ ഉള്ളെങ്കിലും ആ 9 മില്യൺ ആളുകളും സമ്പൽ സമൃദ്ധിയുള്ള റിച്ച് ക്യൂബക്കേഴ്സ് ആയിരിക്കണം. 15 മില്യൺ ആൾക്കാരെ കയറ്റി ആ 15 മില്യൺ കൂടുതൽ പോപ്പുലേഷനെ വിളിച്ചു വരുത്തിയിട്ട് അവരെല്ലാം ദരിദ്രരായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ള ആൾക്കാർ നല്ല റിച്ചായിട്ട് നല്ല സുഖ സൗകര്യത്തോടുകൂടെ ജീവിക്കുന്നതാകണം ക്യൂബക്കിന്റെ അടുത്ത ഒരു ലക്ഷ്യമെന്നാണ് ക്യൂബക് ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറഞ്ഞു വെക്കുന്നത്. ഇത് വായിച്ചപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്കും ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായി. ജനസംഖ്യയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയെക്കാളൊക്കെ അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ചൈന. എന്തുകൊണ്ടാണ് അദ്ദേഹം ചൈനയെ വിമർശിക്കാൻ അല്ലെങ്കിൽ ചൈനയെക്കുറിച്ച് എടുത്തു പറയാതിരുന്നത്? അദ്ദേഹം എന്തുകൊണ്ടാണ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത്? ഇതായിരുന്നു എന്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം. ചൈനയും അത്രയും തന്നെ പോപ്പുലേഷൻ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഇന്ത്യക്കാർ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ നഗരങ്ങൾ, ഇന്ത്യയുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഒരു ദാരിദ്ര്യമാണ് എന്ന് തന്നെയല്ലേ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചൈനയിൽ ജനസംഖ്യ ഉണ്ടെങ്കിലും അവരെല്ലാം ഭയങ്കര റിച്ചാ, ഭയങ്കര വെൽ ടെക്നോളജിയും വെൽ സെറ്റപ്പുവാ. പിന്നെ പോയിട്ട് നമ്മളാണല്ലോ ഈ രാജ്യത്ത് ഇവിടെ വന്ന് അതും ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നേ. ചൈനക്കാരെ കുറിച്ചൊന്നും ഇവിടെ ആരും പറഞ്ഞ് ഇതുവരെ കേൾക്കുന്നില്ല അല്ലേ? എങ്ങനെ പോയാലും ഇന്ത്യക്കാരെ കുറിച്ചുള്ള അപഖ്യാതികളും അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും ആണല്ലോ മൊത്തവും ഈ രാജ്യത്ത് വൈറലാകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം നമ്മുടെ ഇന്ത്യയെ ആ രീതിയിൽ പരാമർശിച്ചുകൊണ്ടുള്ള ആ ഒരു വാക്ക് പറഞ്ഞത്. ജനസംഖ്യയുമായുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു സ്വിറ്റ്സർലൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ മനോഹരമായിട്ടുള്ള, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, കുറെ ആളുകളെ തള്ളിക്കയറ്റിക്കൊണ്ട്, കുറെ ഇമിഗ്രേഷൻ എന്നും പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാരെ ഇവിടെ കൂട്ടിക്കൊണ്ട് ഒരു ദരിദ്ര രാജ്യമായി മാറാൻ അല്ലെങ്കിൽ ഒരു ദരിദ്ര സ്റ്റേറ്റ് ആയി മാറാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കുറച്ചു പേരെ ഉള്ളെങ്കിലും സ്വിറ്റ്സർലൻഡിലെ ഒരു ജീവിതം പോലെ തന്നെ ഞങ്ങൾക്കും ഇനിയുള്ള അടുത്ത വർഷങ്ങളിൽ ഞങ്ങൾക്കും ജീവിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വാക്കുകൾ. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം ക്യൂബക്കിന്റെ GDP കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. റീസെന്റ് GDP എന്ന് പറയുന്നത് 1.1% ആണെങ്കിൽ 2027 ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അത് 1.4%-ലേക്ക് ഞങ്ങൾ അതിനെ കൊണ്ടുവരും. അതിന് എത്രത്തോളം പോപ്പുലേഷൻ വെട്ടിക്കുറയ്ക്കാമോ, എത്രത്തോളം ഇമിഗ്രേഷനിലുള്ള ആളുകളെ വെട്ടിക്കുറയ്ക്കാമോ അതിന് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ പ്രൊവിൻസ് ആകുന്ന ക്യൂബക്കിനെ ഏറ്റവും അധികം റിച്ചസ്റ്റ് ലെവലിലേക്ക് ഒരു ജീവിത പശ്ചാത്തലം കൊണ്ടുവരിക എന്നതാണ്. ഇന്ത്യയിലും ലോകത്തിന്റെ മുന്നിലും നമ്മൾ ഇന്ത്യക്കാർ എപ്പോഴും ഇന്ത്യ ഒരു ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ വലിയ വലിയ പൊളിറ്റിക്കൽ പാർട്ടീസും പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഓരോ രാഷ്ട്രീയക്കാരും ഒക്കെ നമ്മൾ വാനോളമൊക്കെ പുകഴ്ത്തും ഇന്ത്യ ഭയങ്കര സംഭവമാണെന്നൊക്കെ. പക്ഷെ ലോകത്തിന്റെ മുന്നിൽ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ ഇതാണെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് നമുക്ക് ആഗ്രഹിക്കാം, വിശ്വസിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. I am Simon Rexy Joy.
ബൈ.